ലാസ്റ്റ് ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂളിൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് അവിടെയായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഡിസാസ്റ്റർ എന്താണെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. There is a serious disruption of the functioning of a community or society involving widespread human, material, economic or environmental losses and impacts which exceeds the ability of the affected community or society to cope using its own resources. അതായത് ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഗ്രൂപ്പിന് ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രക്ഷനാണ് നമ്മളൊരു നാശം അല്ലെങ്കിൽ ഒരു ദുരന്തം എന്നൊക്കെ പറയുന്നതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ബീങ്സിനെ അഫക്റ്റ് ചെയ്യാം, മെറ്റീരിയൽസിനെ അഫക്റ്റ് ചെയ്യാം, എക്കണോമിക് അതായത് നമ്മുടെ സാമ്പത്തിക രംഗങ്ങളെ അഫക്റ്റ് ചെയ്യാം, എൻവയോൺമെൻറ്റിൽ നമ്മുടെ പ്രകൃതിനെയും നേച്ചറിനെയും എല്ലാം അത് എഫക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരുപാട് ലോസസ് ഉണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, അതിൻ്റെ ഒരുപാട് ഇമ്പാക്ട്സ് അനന്തരഫലങ്ങളൊക്കെ ഉണ്ടാവുന്ന അത്രയൊരു ദുരന്തത്തിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അവർ അത് ഓവർകം ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ റിസ്ക് എന്നുള്ളൊരു ടോപ്പിക്കാണ് പറഞ്ഞിരുന്നത്. റിസ്ക് എങ്ങനെ അസസ് ചെയ്യണം, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയിലാണ് ഡിസാസ്റ്റർ, ഒരു ദുരന്തം വരാതെ നോക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്പിംഗ് കൺട്രീസിലാണ് റിസ്കിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ റിസ്ക് അല്ല ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉള്ളതിൻ്റെ ഒരു 20 ടൈംസ് ലെസ്സേ ഇൻഡസ്ട്രിയലൈസ്ഡുള്ള കൺട്രീസിൽ, അതായത് ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാവുള്ളൂ എന്ന്. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഉണ്ടാവുന്നതിനേക്കാളും 20 ടൈംസ് കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഹസാർഡ്സ് ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം റിസ്ക് മാനേജ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി, എന്തെങ്കിലും ഒരു ദുരന്തം ഹ്യൂമൻ ബീയിങ്സിനെയും ആനിമൽസിനെയും മെറ്റീരിയൽസിനെയും എല്ലാം ബാധിക്കുന്ന, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, വേറെ ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന, അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രപ്ഷൻ, നാശത്തെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ കോസ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കോസസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എന്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്വതവേ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാറ്, നാച്ചുറലായിട്ടും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, മാൻമെയ്ഡും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ അത് വേറൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്. മാൻമെയ്ഡ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസ് കാരണം സംഭവിക്കുന്നത്. മാൻമെയ്ഡാണ് ഹ്യൂമൻ, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, മാൻമെയ്ഡാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ പല ആക്ടിവിറ്റീസ് കാരണം സംഭവിക്കുന്നത്. അതാണ് മാൻമെയ്ഡ്. നാച്ചുറൽ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആരും ഒന്നും ചെയ്യുന്നു വേണ്ട, അത് ആ ഒരു ടൈപ്പിൽ സംഭവിച്ചു പോകുന്നതിനാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. ഇനിയപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതിൽ ഫസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 2 കൊടുത്തിട്ടില്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനൻ ബിനീത്ത് എർത്ത് സർഫസ് ആണ്. അതായത് എർത്തിൻ്റെ സർഫസിൻ്റെ താഴെ ഉള്ളതും നാച്ചുറൽ ഫിനോമിനൻ അറ്റ് എർത്ത് സർഫസ് ആണ്. ഒന്ന് എർത്തിൻ്റെ സർഫസിൽ ഉള്ളതും ബിനീത്തും അറ്റും. അപ്പോൾ ബിനീത്ത് ഏതൊക്കെയെന്ന് വെച്ചാൽ എർത്ത് ക്വേക്സ് ആണ്. നമുക്കറിയാം ഭൂമികുലുക്കം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുക ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നതാണ്. ഭൂമിയുടെ അടിയിൽ കുലുങ്ങിയിട്ടാണ് മുകളിലേക്ക് അതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുന്നത് നമുക്കറിയാം. വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനം, ലാവ എന്നൊക്കെ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നതാണ്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പിന്നെ എഗെയിൻ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് തന്നെ 2 നാച്ചുറൽ ഫിനോമിനൻ ബിനീത്ത് എർത്ത് സർഫസിൻ്റെ അടിയിലുള്ളതും നാച്ചുറൽ ഫിനോമിന അറ്റ് എർത്ത് സർഫസിലുള്ളതും. അപ്പോൾ ബിനീത്ത് എർത്ത് സർഫസിലുള്ളത് 2 നമ്മൾ പറഞ്ഞു, എർത്ത് ക്വേക്സും വോൾക്കാനിക് എറപ്ഷനും, ഭൂമികുലുക്കും അഗ്നിപർവ്വത സ്ഫോടനം. അടുത്തത് പറയാൻ പോകുന്നത് നാച്ചുറൽ ഫിനോമിന അറ്റ് എർത്ത് സർഫസ് ആണ്. ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ ഉണ്ടാകുന്നതാണ്. അതിൽ ഒന്നാമത്തെ ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ തൊട്ടിട്ട് പഠിക്കുന്നുണ്ട് ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത്
അടുത്തത് പറയുന്നത് അവലാഞ്ചീസ് എന്നുള്ളത്. അവലാഞ്ചീസ് എന്ന് വെച്ചാൽ ഹിമപ്രവാഹം അല്ലെങ്കിൽ മഞ്ഞ് വീണിട്ടുള്ള ആ ഒരു മഞ്ഞ് വെള്ളമായിട്ട് ഒഴുകുന്നതിനാണ് അവലാഞ്ചീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് വിൻഡ് സ്റ്റോംസ്, കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റുകളില്ലേ, കുറച്ച് തീവ്രമായിട്ടുള്ള കാറ്റുകൾ, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്ന സൈക്ലോൺസ്, ടൈഫോൺ, ഹ്യൂറിക്കെയിൻ എന്നൊക്കെ പറയുന്ന കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്നതാണ് മൂന്നാമത്തത്. പിന്നെ ടൊർണാഡോസ് എന്ന് വെച്ചാൽ പിന്നെ വരുന്നത് ടൊർണാഡോസാണ്. ടൊർണാഡോസ് എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റിനെയാണ് ടൊർണാഡോസ് എന്ന് പറയുന്നത്. അടുത്തത് ഹെയിൽ സ്റ്റോംസ് ആൻഡ് സ്നോ സ്റ്റോംസ്, അതായത് ഈ ആലിപ്പഴം വീഴുന്ന ആ ഒരു കാറ്റ് സ്റ്റോംസിനെയാണ്. പിന്നെ സ്നോ, മഞ്ഞ് വീഴുന്ന കാറ്റുകൾ. പിന്നെ സീ സർജസ്, ഫ്ലാഷ് ഫ്ലഡ്സ്, ക്ലൗഡ് ബേസ്റ്റ്, കടലിലുണ്ടാവുന്ന തിരമാലകളിലുണ്ടാവുന്ന വേലിയേറ്റം, ആ ഒരു തിരമാലകളിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഫ്ലഡ്, ഡ്രോട്ട് നമ്മൾക്കറിയുന്നതാണ്, വെള്ളപ്പൊക്കവും വരൾച്ചയും. അപ്പോൾ ഇത്രയാണ് നാച്ചുറൽ ഫിനോമിനൻ അറ്റ് എർത്ത് സർഫസിൽ വരുന്നത്. ഇത്രയാണ്, അതായത് ഭൂമിയുടെ സർഫസിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുണ്ടാകുന്ന എർത്ത് ആയാലും അഗ്നിപർവ്വത സ്ഫോടനമായാലും നമ്മൾ അറിയും, പക്ഷെ അത് ബിനീത്ത് സർഫസാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസിലാണ്, അറ്റ് ദ എർത്ത് സർഫസ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബയോളജിക്കൽ ഫിനോമിന എന്ന് പറയുന്നത്. അതിൽ ലോക്കസ് ബോംബാണ് ഫസ്റ്റ് വരുന്നത്. ലോക്കസ് ബോംബ് എന്ന് പറയുന്നത് ഈ വെട്ടിലി എന്നൊക്കെ പറയുന്നതാണ്. അത് ഒരു ദുരന്തത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എപ്പിഡമിക് ഡിസീസസ്, പകരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒന്നാണ് ഈ COVID-19 എന്ന് പറയുന്ന അങ്ങനത്തെ പകർച്ചവ്യാധികൾ. അങ്ങനത്തെ ഡിസീസസും ഈ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ഡിസാസ്റ്റർ എന്താണെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് രണ്ടെണ്ണം, നാച്ചുറൽ ഡിസാസ്റ്ററും മാൻ മെയ്ഡ് ഡിസാസ്റ്ററും പറഞ്ഞു. നാച്ചുറൽ ഡിസാസ്റ്ററിന് വീണ്ടും മൂന്നായിട്ട്, നാച്ചുറൽ ഫിനോമിനൻ ബിനീത്ത് എർത്ത് സർഫസ് എന്നുള്ളതും, പിന്നെ നാച്ചുറൽ ഫിനോമിന അറ്റ് എർത്ത് സർഫസ് എന്നുള്ളതും പറഞ്ഞു. പിന്നെ അതിൽ തേർഡ് ഒരു ഡിവിഷനായിട്ട് ബയോളജിക്കൽ ഫിനോമിന എന്ന് പറഞ്ഞു. ഇത് മൂന്നാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ അതിൽ ഡിവൈഡ് ചെയ്തത് രണ്ടാമത്തെയാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ കോസ്ഡ് ബൈ വാർഫെയർ, യുദ്ധങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ്. കൺവെൻഷണൽ വാർഫെയർ, യുദ്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന സാധാരണയായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ന്യൂക്ലിയർ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വാർഫെയർ, നമ്മളറിയാം ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൽ എത്ര തരത്തിലുള്ള ബോംബുകളായാലും അറ്റോമിക് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതാണ് വാർഫെയറിൽ പറയുന്നത്. അടുത്തത് മാൻമെയ്ഡിലൊരു ഡിവിഷൻ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ ആക്സിഡൻസ് ആണ്. അതിൽ കുറച്ച് ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. വെഹിക്കുലർ ആക്സിഡൻ്റ് ആണ്. പ്ലെയിൻ ആവാം, ട്രെയിൻ ആവാം, ഷിപ്പ് ആവാം, മോട്ടോർ കാർ ആവാം, ബസ് ആവാം. അങ്ങനെ വെഹിക്കിൾ ആക്സിഡൻറ്റ്, നമ്മൾ റോഡിൽ അല്ലെങ്കിൽ എയറോപ്ലെയിൻ അല്ലെങ്കിൽ ട്രെയിൻ അങ്ങനത്തെ ആക്സിഡൻറ്റ്, ഗതാഗതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്സിഡൻറ്റുകൾ, അതേതും ആവാം. പിന്നെ ഡ്രോണിങ്, മുങ്ങി മരണം എന്ന് പറയുന്നത്. പിന്നെ കൊളാപ്സ് ഓഫ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ് തകർന്ന് വീഴുന്നത്. എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറി, അതായത് എന്തെങ്കിലും ഇപ്പോൾ സ്ഫോടനം എന്നൊക്കെ പറയുന്നത്. ഫയർ, തീ. പിന്നെ ബയോളജിക്കൽ, കെമിക്കൽ ഇൻക്ലൂഡിങ് പോയിസണിങ്. പിന്നെ വിഷം, ഇപ്പോൾ ഒരു ചില വിഷാംശം കലർന്നിട്ട് ഫുഡിലൊക്കെ വിഷാംശം അല്ലെങ്കിൽ പോയിസണിൻ്റെ എഫക്റ്റ് ചെന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് ചെന്നിട്ട് ഒരുപാട് പേരെ ബാധിക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് റോഡിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആക്സിഡൻ്റ് ആയാലും ട്രെയിൻ ആക്സിഡൻ്റ് ആയാലും അതായാലും. പിന്നെ ഡ്രോണിങ്, ഒരു ഇപ്പോൾ ഷിപ്പ് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ്, ഡ്രോണിങ്, മുങ്ങി മരണം, അതൊക്കെ ഒരു ദുരന്തമായിട്ടാണ് പറയുന്നത്. പിന്നെ ബിൽഡിങ് തകർന്ന് വീഴുക എന്നൊക്കെ പറയുന്നത് കുറച്ച് നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ഹ്യൂമൻ ബീയിങ്സിനും മെറ്റീരിയൽസിനും നമ്മുടെ എൻവയോൺമെൻറ്റലായിട്ടുള്ള നാശനഷ്ടം സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ രണ്ട് പറയുന്നത് കോസ്ഡ് ബൈ വാർഫെയറും കോസ്ഡ് ബൈ ആക്സിഡൻസുമാണ്. അതിൽ ഉള്ള ടൈപ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡിസാസ്റ്റേഴ്സിനെ ബ്രോഡ്ലി വേറൊരു ഇതായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
വൈഡ് സ്പ്രെഡ് ഡിസാസ്റ്റർ, ലോക്കൽ ഡിസാസ്റ്റർ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. വൈഡ് സ്പ്രെഡ് അതായത് കുറച്ച് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന, ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്ന വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ. പിന്നെ ലോക്കൽ, ചെറിയ ഒരു ഏരിയനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ മാൻ മെയ്ഡ്, ഹ്യൂമൻ ബീങ്സ് മാത്രം വിചാരിച്ചാൽ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ട് ഒരു 3 ടൈപ്സ് ആയിട്ട് വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഹെഡിങ്സ് കയ്യിലുണ്ടായാൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഡിവിഷൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നാച്ചുറൽ, മാൻ മെയ്ഡ് എന്നുള്ള സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയതിന് ശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഡിസാസ്റ്ററിൽ വരുന്നത്. അതെന്താണെന്നും ഡിസാസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സബ് പോയിൻറ്റ്സും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഹസാർഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ദുരന്തം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആപത്തും, അല്ലെങ്കിൽ ഇതേ സെയിം ഒരു മീനിങ് തന്നെയാണ്, ഒരു ആപത്ത്, അങ്ങനെ ഒരു മീനിങ്ങാണ് വരുന്നത്. ഹസാർഡ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡേഞ്ചറസ് കണ്ടീഷൻ ദാറ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ഫോർ ദ കോസിങ് ഇഞ്ചറി ഓഫ് ലൈഫ് ഓർ ഡാമേജ് ടു പ്രോപ്പർട്ടി ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് ലൈഫിനോ, ജീവനോ, അല്ലെങ്കിൽ നേച്ചറിൽ, അതല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ആപത്ത് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കണ്ടീഷനെയാണ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. അത്ര നോക്കിയാൽ മതി. ഇറ്റ് ഈസ് എ കണ്ടീഷൻ കോസിങ് ഇഞ്ചുറി ഓഫ് ലൈഫ്, ഒന്നെങ്കിൽ ആ ജീവന് ആപത്ത് വരിക, അല്ലെങ്കിൽ ഡാമേജ് പ്രോപ്പർട്ടി ഓഫ് ദ എൻവയോൺമെൻറ്റ്, നേച്ചറിനെ ബാധിക്കുക, പിന്നെ എൻവയോൺമെൻറ്റിലെ പ്രോപ്പർട്ടീസിന് നാശം സംഭവിക്കുന്നത്. The word hazard owes its origin to the word hazard in Old French and azar in Arabic meaning chance or luck. അപ്പോൾ ആ വേർഡിൻ്റെ ജസ്റ്റ് ഒരു ഒറിജിൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹസാർഡ് എന്നുള്ളത് ഓൾഡ് ഫ്രഞ്ച് ആയിട്ടുള്ള ഹസാർഡ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഉണ്ടായത്. മീനിങ് ചാൻസ് ഓർ ലക്ക് എന്നുള്ള മീനിങ്ങാണ് ആ വേർഡിന് വരുന്നത്. ഹസാർഡ് എന്ന് പറയുമ്പോൾ ചാൻസ് അല്ലെങ്കിൽ ലക്ക് എന്നുള്ള മീനിങ്ങാണ്. ഹസാർഡ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ 2 broad categories, namely നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. നമ്മളിപ്പോൾ ഡിസാസ്റ്റർ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. അതാണ് ടൈപ്സ് ഓഫ് ഹസാർഡിൽ നാച്ചുറൽ കോസ്ഡ് ഹസാർഡ്സും ഹ്യൂമൻ കോസ്ഡ് ഹസാർഡ്സും, ആ ഒരു 2 ഡിവിഷൻ. ഇനി വേറൊരു ഡിവിഷനായിട്ട് നമ്മളതിൽ വേറെ കുറച്ച് ടൈപ്സ് പഠിക്കുന്നുണ്ട്. ജിയോളജിക്കൽ ഹസാർഡ്സ്, വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് ഹസാർഡ്സ്, പിന്നെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും, ഇങ്ങനെ ഒരു കുറച്ച് ഡിവിഷനായിട്ട് പറയുന്നുണ്ട് ഹസാർഡ്സിന്. ഈ ഒരു നാച്ചുറൽ കോസ്ഡ് ഹസാർഡ്സ്, മാൻ മെയ്ഡ് കോസ്ഡ് ഹസാർഡ് എന്നുള്ളത് ഒരു സൈഡിൽ വെച്ചിട്ട് ഈ ഒരു ഡിവിഷനിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ജിയോളജിക്കൽ ഹസാർഡാണ്, അതായത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് ആണ് എർത്ത് ക്വേക്സ്, സുനാമി, വോൾക്കാനിക് എറപ്ഷൻ, ലാൻഡ് സ്ലൈഡ്സ്, ഡാം ബേസ്റ്റ്, മൈൻ ഫയർ. എർത്ത് ക്വേക്സ് നമുക്കറിയാം, ഭൂമികുലുക്കം. പിന്നെ സുനാമി അറിയുന്നതാണ്, വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. പിന്നെ ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിൽ. പിന്നെ ഡാം ബേസ്റ്റ്, ഡാം പൊട്ടുക എന്നുള്ള ആ ഒരു കണ്ടീഷൻ വന്നാൽ. പിന്നെ മൈൻ ഫയർ അല്ലെങ്കിൽ വൈൽഡ് ഫയർ, നമ്മൾ കാട്ടുതീ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ്. അതാണ് ജിയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ്, അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്ന് വേണ്ട ആപത്തുകളാണ്. പിന്നെ വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് ഹസാർഡ്, വാട്ടർ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ, നമ്മുടെ കാലാവസ്ഥേനെ ബേസ് ചെയ്ത് വരുന്ന ഹസാർഡ്സാണ്. ഒന്നാമത് ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ഈ പറയുന്ന കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുകളൊക്കെയാണ്. ടൊർണാഡോ ആൻഡ് ഹ്യൂറിക്കെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലഡ്സ്, വാട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഡ്സ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കങ്ങൾ. ഡ്രോട്ട്, വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന, വരൾച്ച എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. പിന്നെ ഹെയിൽ സ്റ്റോം, നമ്മൾ മുന്നേ പറഞ്ഞു, ആലിപ്പഴം വീഴുന്ന ആ ഒരു കാറ്റിനെയാണ്. ക്ലൗഡ് ബേസ്റ്റ്, ക്ലൗഡ് ബേസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു, എന്താ പറയുക, പെട്ടെന്ന് ഈ നദികളിലൊക്കെ ജലം കൂടുന്നതിനാണ് ക്ലൗഡ് ബേസ്റ്റ്, ജലപ്രവാഹം എന്ന് പറയുന്നത്.
ലാൻഡ് സ്ലൈഡിങ്, അതും ക്ലൈമറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ വാട്ടറിൻ്റെ അളവ് വാട്ടർ കൂടുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ജലപ്രവാഹമൊക്കെ കാരണം ലാൻഡ് സ്ലൈഡ് സംഭവിക്കാം. ഹീറ്റ് ആൻഡ് കോൾഡ് വേവ്, ചുടുകാറ്റ് നമ്മൾ പറയും. സ്നോ അവലാഞ്ച്, പിന്നെ ദെൻ സീ എറോഷൻ, ഇതൊക്കെയാണ് വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് ഹസാർഡ്സ് എന്ന് പറയുന്നതിൽ വരുന്നത്. ദെൻ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, നേച്ചറിനെ ബാധിക്കുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ആപത്തുകൾ അല്ലെങ്കിൽ നേച്ചറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടും എല്ലാം വെട്ടിക്കളയുന്ന ആ ഒരു പ്രോസസ്സ് വനനശീകരണം എന്ന് പറയുന്നത്. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ മരുഭൂമിവൽക്കരണം, കാടൊക്കെ വെട്ടി മാറ്റിയിട്ട് ആ സ്ഥലം പിന്നെ ഒന്നിനും പറ്റാത്തൊരു കണ്ടീഷനിൽ അങ്ങനെ കിടക്കുക, അത് മരുഭൂമിയായി പോവുക, കാരണം അവിടെ ഒന്നും ഇല്ലാതെയായിട്ട്. പിന്നെ അതിൽ വരുന്ന ഒന്നാണ് പെസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പെസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കീടങ്ങളുടെയൊക്കെ ശല്യം പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. പിന്നെ ഹ്യൂമൻ ആൻഡ് അതിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് ഹ്യൂമൻ ആൻഡ് ആനിമൽ എപ്പിഡമിക്സ്, ഈ പകർച്ചവ്യാധികൾ മനുഷ്യനെ ബാധിക്കുന്നതായാലും ആനിമൽസിനെ ബാധിക്കുന്നതായാലും. ദെൻ പെസ്റ്റ് അറ്റാക്സ്, കീടങ്ങൾ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ജന്തുക്കളുടെ ആക്രമണം. ഫുഡ് പോയ്സണിങ് നമുക്കറിയാം, അംശമുള്ള ഫുഡ് കഴിക്കുന്നതിൽ നിന്നാണ് ഫുഡ് പോയ്സണിങ്. ദെൻ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, പിന്നെ അതിൽ നിന്നുണ്ടാവുന്നത്. പിന്നെ ഡിസ്ട്രക്ഷൻ, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ 2 പോയിൻ്റായിട്ടാണ് വന്നിട്ടുള്ളത്, ഒറ്റ പോയിൻ്റായിട്ട് എടുത്താൽ മതി. വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് മാൻമെയ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കാരണം, ആയുധങ്ങൾ കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആപത്ത് വരുന്നതിനാണ് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ, ഫുഡ് പോയ്സണിങ്, ഈ പറയുന്നതൊക്കെ. ദെൻ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ്സ്, കെമിക്കൽ ഡിസാസ്റ്റർ ആവാം, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ആവാം, ഓയിൽ സ്പിൽസ് ആവാം, ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ് ആവാം. ദെൻ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആണ്. ബോട്ട്, റോഡ്, ട്രെയിൻ ആക്സിഡൻറ്റ്സ്, എയർ ക്രാഷ്, അല്ലെങ്കിൽ റൂറൽ ഓർ അർബൻ ഫയർസ്, വൈൽഡ് ഫയർ ഒക്കെ അതിൽ പെടാം. സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, ബോംബ് വെച്ചുള്ള സ്ഫോടനങ്ങളാവാം. ഫോറസ്റ്റ് ഫയർ, ബിൽഡിംഗ് കൊളാപ്സ്, കെട്ടിടങ്ങൾ തകരുന്നതാവാം. ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ്, ഫെസ്റ്റീവ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡിസാസ്റ്റേഴ്സ്. ദെൻ ഫ്ലഡിങ്, വെള്ളപ്പൊക്കം, അതൊക്കെയാണ് പറയുന്നത്, പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കമൊക്കെ. ഇത്രയാണ് അതിൽ നമുക്ക് ഹസാർഡ്സിന് ടൈപ്സ് ആക്കാൻ പറയുന്നത്. ജിയോളജിക്കൽ ഹസാർഡ്സ്, വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് ഹസാർഡ്സ്, ദെൻ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ്സ്, ദെൻ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ പറയുന്ന ആക്സിഡൻറ്റ്സ്. അടുത്തത് പറയുന്നത് നാച്ചുറൽ ഹസാർഡ്സ് ഏതൊക്കെയാണെന്നാണ്. നാച്ചുറൽ ഹസാർഡ്സ് വിച്ച് ആർ കോസ്ഡ് ബിക്കോസ് ഓഫ് നാച്ചുറൽ ഫിനോമിന, സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ കാരണം സംഭവിക്കുന്നതാണ് നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഹസാർഡ്സ് ആണ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. സൈക്ലോൺസ്, കൊടുങ്കാറ്റുകൾ, സുനാമീസ്, എർത്ത് ക്വേക്സ് ആൻഡ് വോൾക്കാനിക് എറപ്ഷൻസ് വിച്ച് ആർ ദ എക്സ്ക്ലൂസീവ്ലി ഓഫ് നാച്ചുറൽ ഒറിജിൻ. അതായത് ഇവയൊക്കെയാണ് ഈ പറയുന്ന ഹസാർഡ്സാണ് നേച്ചറിൽ നിന്ന് ഒറിജിൻ ആയിട്ടുള്ളത്. ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള 4 സൈക്ലോൺസ്, കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റ് പറയുന്നത്. ദെൻ സുനാമി എന്ന് പറയുന്നത്. ദെൻ എർത്ത് ക്വേക്ക് ആൻഡ് വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുന്നത്. ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്, ഡ്രോട്ട്, ഫയർ ആർ സോഷ്യോ നാച്ചുറൽ ഹസാർഡ്സ് സിൻസ് ദെയർ കോസ് ആർ ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. അപ്പോൾ ഈ പറയുന്നത് ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്, ഫയർ ഈ പറയുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ സോഷ്യോ നാച്ചുറലാണ്. അതിന് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ഹസാർഡ്സ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഹ്യൂമൻ ബീങ്സിന് ഹാൻഡും അതിലുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലഡിന് കാരണം അല്ലെങ്കിൽ ഡ്രോട്ടിന് കാരണം നമ്മൾ മരങ്ങളൊക്കെ നശിപ്പിക്കുന്നത്, ഫ്ലഡായാലും എന്തായാലും അതിലൊക്കെ ഹ്യൂമൻ ബീങ്സിനും കൂടെ പങ്കുണ്ട്. ഇപ്പോൾ എർത്ത് ക്വേക്സ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സുനാമി എന്ന് പറയുന്നതും ഹ്യൂമൻ ബീങ്സിന് അത്ര പങ്കില്ല. പക്ഷേ ഇതിലൊക്കെ ഹ്യൂമൻ ബീങ്സിനും പങ്കുള്ളത് കൊണ്ടാണ് അത് സോഷ്യോ
നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്ലഡിംഗ് മേ ബി കോസ്ഡ് ബിക്കോസ് ഓഫ് ദ ഹെവി റെയിൻസ്, ലാൻഡ് സ്ലൈഡിങ് ഓർ ബ്ലോക്കിംഗ് ഓഫ് ഡ്രെയിൻസ് വിത്ത് ഹ്യൂമൻ വേസ്റ്റ്. അതായത് നമ്മൾ വേസ്റ്റ് ആക്കുന്ന സംഭവങ്ങളൊക്കെ കാരണമാണ്, അല്ലെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന ആ വേസ്റ്റുകൾ കാരണമായിരിക്കാം ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നതും പിന്നെ ഫ്ലഡും ഹെവി റെയിൻസൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കത്തിനും കാരണമാവുന്നത് എന്നുള്ളത്. കാരണം വെള്ളം ഒഴുകി പോകാനൊരു സ്പേസ് ഇല്ലാതെ വരുമ്പോൾ. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നത്. അതിലൊരു സോഷ്യോ നാച്ചുറൽ ഹസാർഡ്സും കൂടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അടുത്തത് വരുന്നതാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. സൈക്ലോൺസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ ഹസാർഡിൽ ഒരു ടൈപ്പായിട്ട് സൈക്ലോൺസിന്. Cyclones, hurricanes and typhoons are powerful storms that have winds in excess of 119 km/h. ഈ സൈക്ലോൺ ആയാലും ഹ്യൂറിക്കെയിൻ ആയാലും ടൈഫോൺസ് ആയാലും പവർഫുൾ സ്റ്റോംസ് ആണ്. അത് വളരെ ശക്തമായിട്ടുള്ള കാറ്റുകളാണ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളാണ്. അതിൻ്റെ പവറാണ് പറയുന്നത് 119 km/h. ഇറ്റ് ഈസ് എ മെറ്റോളജിക്കൽ പ്രോസസ്, ഇൻറ്റൻസ് ഡിപ്രഷൻ ഫോമിങ് ഓവർ ദ ഓപ്പൺ ഓഷ്യൻസ് ആൻഡ് മൂവിങ് ടുവേർഡ്സ് ലാൻഡ്. അതായത് ഓഷ്യനിൽ നിന്നുണ്ടായിട്ട്, കടലിൽ നിന്നുണ്ടായിട്ട് ലാൻഡിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. കടലിൽ നിന്നുണ്ടായിട്ട് ലാൻഡിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സാണ് മെറ്റിയോറോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a storm is generally referred to as a cyclone, hurricane or typhoon based on where the storms take place. അപ്പോൾ ഒരു സ്റ്റോം എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സൈക്ലോൺ ആണോ ഹ്യൂറിക്കെയിൻ ആണോ ടൈഫൂൺസ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വേർ ദ സ്റ്റോം ടേക്സ് പ്ലേസ്. എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് അത് സൈക്ലോൺ ആണോ ഹ്യൂറിക്കെയിൻ ആണോ ടൈഫൂൺസ് ആണോ എന്ന് പറയുന്നത്. ഇനി സൈക്ലോൺ ആണെന്നുണ്ടെങ്കിൽ ടേക്ക് പ്ലേസ് ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ ആണെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളതിന് സൈക്ലോൺ എന്നാണ് പറയുന്നത്. ഹ്യൂറിക്കെയിൻസ് ടേക്സ് പ്ലേസ് ഓവർ ദ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒറിജിൻ ചെയ്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹ്യൂറിക്കെയിൻസ് എന്നാണ് പറയുന്നത്. പസഫിക് ഓഷ്യനിൽ ഉണ്ടാകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ടൈഫോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മൂന്നെണ്ണത്തിൽ നമ്മൾ സ്റ്റോമിൽ പറഞ്ഞ മൂന്നെണ്ണം, സൈക്ലോൺസും ഹ്യൂറിക്കെയിൻസും ടൈഫോൺസും. അപ്പോൾ സൈക്ലോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. ഹ്യൂറിക്കെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നാണ് ഒറിജിൻ. ദെൻ ടൈഫോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് പസഫിക് ഓഷ്യൻ എന്നാണ് ഒറിജിൻ. അപ്പോൾ സൈക്ലോൺ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു 119 km/h അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. പിന്നെ അത് ഇത്ര ആലോചിച്ചാൽ മതി, ഓപ്പൺ ഓഷ്യനിൽ നിന്ന് ലാൻഡിലേക്ക് വരുന്നതാണ് നമ്മൾ സൈക്ലോൺസ് പറയുന്നത്. സൈക്ലോൺസ് അല്ലെങ്കിൽ ഹ്യൂറിക്കെയിൻസ് അല്ലെങ്കിൽ ടൈഫോൺസ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സൈക്ലോൺ അല്ലെങ്കിൽ ഹ്യൂറിക്കെയിൻ ടൈഫോൺസ് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ്. A tropical cyclone is a rapidly rotating storm system characterized by a low pressure center, a closed low-level atmospheric circulation. ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ എന്താണെന്നാണ് പറയുന്നത്, അതൊരു റൊട്ടേറ്റിംഗ് സ്റ്റോമാണ്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോമാണ്. ലോ പ്രഷർ സെൻട്രലിൽ ലോ പ്രഷറേ ഉണ്ടാവുള്ളൂ. എ ക്ലോസ്ഡ് ലോ ലെവൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ, സ്ട്രോങ് വിൻഡ്സ് ആൻഡ് എ സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് തണ്ടർ സ്റ്റോംസ്, ഇടിമിന്നലും ഒക്കെ ഉണ്ടാവും. ദാറ്റ് പ്രൊഡ്യൂസ് ഹെവി റെയിൻ. ഈ ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ കൂടെ ഹെവി റെയിനും തണ്ടർ സ്റ്റോംസ് ഉണ്ടാവുന്ന പറയുന്നത്, ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ലൊക്കേഷൻ ആൻഡ് സ്ട്രെങ്ത്, എ ട്രോപ്പിക്കൽ സൈക്ലോൺ ഈസ് റെഫേർഡ് ടു ബൈ നെയിം സച്ച് ആസ് ഹ്യൂറിക്കെയിൻ. അപ്പോൾ അതിനങ്ങനെ ട്രോപ്പിക്കൽ സൈക്ലോണിന് അതിൻ്റെ ലൊക്കേഷനും സ്ട്രെങ്ത്തൊക്കെ ബേസ് ചെയ്തിട്ട് ഹ്യൂറിക്കെയിനുള്ള പോലെ തന്നെ നെയിംസ് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ എഫക്ട്സ് പറഞ്ഞിട്ടുണ്ട്. Heavy rains causing significant flooding inland and storm surges producing excessive coastal flooding. ഒന്ന് പറഞ്ഞാൽ മതി, എഫക്ട്സ് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എഴുതി പോകണമെന്നില്ല. അതിൽ ഒന്നാമത്തതാണ് ഫ്ലഡിങ് എന്ന് പറയുന്നത്, ഫ്ലഡ്. രണ്ടാമത്തത് ത്രൂ ദെയർ എഫക്ട്സ് ഓൺ ഹ്യൂമൻ പോപ്പുലേഷൻ ആർ ഓഫൻ ഡിവാസ്റ്റേറ്റിംഗ്. ട്രോപ്പിക്കൽ സൈക്ലോൺ ക്യാൻ റിലീവ് ഡ്രോട്ട് കണ്ടീഷൻ ഒരു റിലീഫ് തരാവുന്നു. ക്യാരീസ് ഹീറ്റ് എനർജി away from the tropics and transferred towards temperate latitudes, which may play an important role in modulating region and global climate. ക്ലൈമറ്റിന് ടെമ്പറേച്ചർ ചൂട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റോം ആയതുകൊണ്ട് അത് ടെമ്പറേച്ചറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. ദെൻ
ഫിസിക്കൽ ഡാമേജ് ടു ദ സ്ട്രക്ചർ ബൈ വിൻഡ് ഫോഴ്സ്. കാറ്റ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഫിസിക്കലി ഉള്ള ഒരുപാട് ഡാമേജസ് നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത്. ദെൻ കാഷ്വാലിറ്റീസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആർ എഫക്റ്റഡ് ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ സപ്ലൈസ് ലീഡ് ടു വൈറൽ ഔട്ട്ബ്രേക്സ് ഓഫ് മലേറിയ, ഡയേറിയ. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്സിനെയും പബ്ലിക് ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യും. വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും, മലിനപ്പെടുക, അതിലൂടെ ഒരുപാട് പകരുന്ന രോഗങ്ങൾ, മലേറിയ, ഡയറിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് ആൻഡ് പൈപ്പ് വാട്ടർ സപ്ലൈസ് മേ ഗെറ്റ് കണ്ടാമിനേറ്റഡ് ബൈ ഫ്ലഡ് വാട്ടർ. അപ്പോൾ നമുക്കറിയാം ഫ്ലഡ് സംഭവിച്ചാൽ ആ വെള്ളം എവിടേക്ക് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലായിടത്തു നിന്നും വലിച്ചു വരുന്ന വെള്ളമാകൊണ്ട് അത് നമ്മളെ ഗ്രൗണ്ട് പൈപ്പ് വാട്ടർ സപ്ലൈസിൻ്റെ ആ വെള്ളത്തിലെത്തിയിട്ട് ആ ജലമൊക്കെ കണ്ടാമിനേറ്റഡ് ആയി മാറും. സോൾട്ട് വാട്ടർ ഫ്രം സീ മേ ബി ഡിപ്പോസിറ്റഡ് ഇൻ അഗ്രികൾച്ചർ ലാൻഡ് വിച്ച് കോസസ് ലോസ് ഓഫ് ക്രോപ്പ് ആൻഡ് സാലിനിറ്റി പ്രോബ്ലംസ്. അപ്പം സാൾട്ട് വാട്ടർ ഈ വെള്ളപ്പൊക്കം കാരണം അല്ലെങ്കിൽ സൈക്ലോൺസ് കാരണം ഉണ്ടാകുന്നതിൽ വെള്ളം കയറിയിട്ട് കടലിലെ വെള്ളം അഗ്രികൾച്ചർ കൃഷി സ്ഥലങ്ങളിലേക്ക് എൻ്റർ ചെയ്താൽ അത് ക്രോപ്പിനെ ബാധിക്കും. പിന്നെ സാലിനിറ്റി ആ മണ്ണിൻ്റെ ലവണാംശത്തെയൊക്കെ ബാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സൈക്ലോൺസിൻ്റെ എഫക്റ്റായി പറയുന്നത്. അത് ഈ ഫ്ലഡിന് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ഡാമേജസ് വരുത്തുന്നുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് പകരുന്ന രോഗങ്ങൾ വരുത്തുന്നുണ്ട്, മലേറിയ, ഡയറിയ പോലത്തെ രോഗങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറും അതേപോലെ തന്നെ പൈപ്പ് വാട്ടറൊക്കെ മലിനപ്പെടുത്തുന്നുണ്ട്. ദെൻ സോൾട്ട് വാട്ടർ, കടലിൽ നിന്നുള്ള വെള്ളം എൻ്റർ ചെയ്തിട്ട് അഗ്രികൾച്ചർ ഏരിയയിലുള്ള ക്രോപ്പിനും അവിടുത്തെ വിളകൾക്കും മണ്ണിനൊക്കെ നാശനഷ്ടം വരുന്നുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ഒരു കുറച്ചൊരു പോസിറ്റീവ് എഫക്റ്റായിട്ടാണ് പറയുന്നത്. ഡ്രോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ലാതാക്കുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമറ്റിലെ ടെമ്പറേച്ചർ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് പറയുന്നത്. കാരണം വിത്ത് റെയിനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് എഫക്ട്സ് ഓഫ് സൈക്ലോൺ എന്നുള്ളത്. അത് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണമെന്നില്ല, പോയിൻറ്റ്സ് ആയിട്ട് ഫ്ലഡ് അങ്ങനെ എഴുതി വെച്ചാലും മതി. വായിച്ച് മനസ്സിലാക്കിയിട്ട് ഷോർട്ടാക്കി എഴുതിയാൽ മതി. പിന്നെ പറയുന്നതാണ് അതിൽ സൈക്ലോൺ കഴിഞ്ഞിട്ട് ഒന്നാണ് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത്. നമുക്കറിയുന്നതാണ് കാട്ടുതീ. എ നാച്ചുറൽ കോസസ് ഓഫ് ഫോറസ്റ്റ് ഫയർ ആർ ലൈറ്റനിങ് ആൻഡ് സ്പോണ്ടേനിയസ് കമ്പഷൻ ഓഫ് ഡ്രൈ വെജിറ്റേഷൻ വിച്ച് ഈസ് കോസ്ഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ കണ്ടീഷൻ. അപ്പം കാട്ടുതീ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന രണ്ട് കണ്ടീഷനിൽ ലൈറ്റനിങ്, മിന്നൽ സംഭവിക്കുമ്പോൾ ആ ഒരു തീയിൽ നിന്ന് തീ പിടിച്ചിട്ട് മിന്നലിൽ നിന്ന് തീ പിടിച്ചിട്ട് ഫോറസ്റ്റ് ഫയർ സംഭവിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്പോണ്ടേനിയസ് കമ്പഷൻ ഓഫ് ഡ്രൈ വെജിറ്റേഷൻ, മരങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരതിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തം. അതിന് കാരണമാവുന്നത് ഹൈ ടെമ്പറേച്ചറും ഡ്രൈ കണ്ടീഷനുമാണ്, ഡ്രൈ വെതറും ആണെന്നുണ്ടെങ്കിൽ അതിന് കാരണമാവും. ഫോളോയിങ് ഡ്രോട്ട്സ് ദ അണ്ടർഗ്രോത്ത് ഈസ് റിച്ച് ഇൻ ട്വിഗ്സ് ആൻഡ് അതർ ഡ്രൈ ബയോമാസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ഡേഞ്ചറസ് അക്യുമുലേഷൻ ഓഫ് ഫ്ലേമബിൾ മെറ്റീരിയൽ ആസ് അബാൻഡൻ ക്രോപ്പ് ഫീൽഡ്. അപ്പം ഈ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഡ്രോട്ട് വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ ഈ മരങ്ങളിലൊക്കെ ആ എലമെൻറ്റ്സ് കൂടുതലായിരിക്കും, തീ പിടിക്കാനുള്ള എലമെൻറ്റ്സ് കൂടുതലായിരിക്കും. അതാണ് പറയുന്നത്, അതാണ് ഫോറസ്റ്റ് ഫയറിന് കാരണമാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഫോറസ്റ്റ് ഫയർ എന്താണെന്നുള്ളത്. കാട്ടിൽ തീ പിടിക്കുന്ന ആ ഒരു പ്രോസസ്സ്. അതിന് കാരണം മെയിനായിട്ട് പറയുന്നത് സ്പോണ്ടേനിയസ് കമ്പഷൻ ഓഫ് ഡ്രൈ വെജിറ്റേഷനും ലൈറ്റനിങ്ങുമാണ്. ദെൻ എർത്ത് നമുക്ക് എന്താണെന്ന് അറിയാം. ഭൂമി കുലുക്കം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർസെപ്റ്റബിൾ ഷേക്കിംഗ് ഓഫ് സർഫസ് ഓഫ് ദ എർത്ത്. ആ ഒരു അടിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫോഴ്സ് കാരണം ഭൂമിയുടെ സർഫസിലുണ്ടാകുന്ന ആ ഒരു ഷേക്കിംഗ് ആണ്. റിസൾട്ടിങ് ഫ്രോം സഡൻ റിലീസ് ഓഫ് എനർജി ഇൻ എർത്ത് ക്രസ്റ്റിലുണ്ടാവുന്ന ആ ഒരു പെട്ടെന്നുള്ള എനർജിയുടെ റിലീസ് കാരണം. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് സെസ്മിക് വേവ്സ്. അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു വേവ്സാണ് സെസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. Earthquakes can be violent enough to toss people around and destroy whole cities. അത്രയും വയലൻ്റായ എർത്ത്ക്വേക്സ് വരെ ഉണ്ടാവാമെന്നാണ്. ആളുകളെ ടോസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ് ചെയ്യാൻ കഴിയുന്ന, അതേപോലെ തന്നെ അത്രയും ഒരു സിറ്റി മുഴുവൻ അല്ലെങ്കിൽ മൊത്തമായിട്ട് നശിപ്പിക്കാൻ കഴിയുന്ന പവറുള്ള എർത്ത്ക്വേക്സ് ഉണ്ടാവാമെന്നാണ്